ഗുജറാത്തിലെ രാജ്കോട്ട് എന്ന ഒരു ചെറിയ നഗരം. അവിടെ മാതാപിതാക്കൾക്കൊപ്പം വലിയ സ്വപ്നങ്ങൾ കാണുകയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു കുട്ടി. ആ ആഗ്രഹത്തിന്റെ ആദ്യ പടിയെന്നോണം പിതാവിനൊപ്പം ക്രിക്കറ്റ് പരിശീലിച്ചു തുടങ്ങിയ ആ കൊച്ചുപയ്യൻ 2005 ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്കായി അണ്ടർ-19 ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചു. മികച്ച പ്രകടനങ്ങൾ അണ്ടർ-19 ഏകദിന ടീമിലും തുടർന്നു. വളർന്നുവരുന്ന ഓരോ കുട്ടി ക്രിക്കറ്റ് താരങ്ങളുടെയും സ്വപ്നമായ ഇന്ത്യൻ ക്രിക്കറ്റ് സീനിയർ ടീമിലും പിന്നീട് അവൻ ബാറ്റ് വീശി. മൂർച്ചയേറിയ ബോളിംഗ് സ്പെല്ലുകളെ മികച്ച ടെക്നിക്കുകൾ കൊണ്ട് പ്രതിരോധിച്ച് എത്ര നേരം വേണമെങ്കിലും ഗ്രൗണ്ടിൽ തുടരാൻ സാധിക്കുന്ന താരമായി മാറി. ഒരു പതിറ്റാണ്ടിലേറെ കാലം ബാറ്റിംഗ് നിരയിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ 3-ാം നമ്പറിൽ വിശ്വസ്തനുമായി ചേതേശ്വർ അരവിന്ദ് പൂജാര. ഇന്ന് പൂജാരയുടെ എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ആ പോസ്റ്ററിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: ഇന്ത്യൻ ജേഴ്സി ധരിച്ച് ദേശീയ ഗാനം ആലപിച്ച് ഓരോ തവണ ഞാൻ മൈതാനത്തിറങ്ങുമ്പോഴും എൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വാക്കുകളിൽ വിവരിക്കുക അസാധ്യം. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ട്. ഏറെ നന്ദിയോടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. 2023 തന്റെ 25-ാം വയസ്സിൽ കരിയറിലെ 3 ഫസ്റ്റ് ക്ലാസ് ട്രിപ്പിൾ സെഞ്ചുറികൾ നേടുന്ന 9ാമത്തെ ബാറ്റ്സ്മാനായി മാറി പൂജാര. ഒരു മാസത്തിനുള്ളിൽ 3 ട്രിപ്പിൾ സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിൽ ഭദ്രം. ഇന്ത്യക്കായി 100 ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ച 13 ഇന്ത്യൻ താരങ്ങളിൽ ഒരാളാണ് പൂജാര. 2010 ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച പൂജാര തന്റെ കരിയർ അവസാനിപ്പിച്ചത് ഇന്ത്യക്കായി ഏറ്റവും അധികം റൺസ് നേടിയ 8ാമത്തെ ബാറ്റ്സ്മാനായി. 103 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 19 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ അദ്ദേഹം അടിച്ചുകൂട്ടിയത് 7195 റൺസ്. ടെസ്റ്റ് മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനമായിരുന്നു പൂജാര നടത്തിയതെങ്കിലും ഏകദിനത്തിൽ അത്ര കണ്ട് തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 2013 സിംബാബ്വേക്കെതിരെ ഇന്ത്യ 3-0 പരമ്പര സ്വന്തമാക്കി നിൽക്കെയാണ് പൂജാരയുടെ ഏകദിന അരങ്ങേറ്റം. എന്നാൽ 4ാം ഏകദിനത്തിൽ 13 റൺസായിരുന്നു അദ്ദേഹത്തിന്റെ നേട്ടം. അടുത്ത മത്സരത്തിൽ ഡക്കുമായി. പിന്നീട് 10 മാസങ്ങൾക്കിപ്പുറം സുരേഷ് റെയ്നയുടെ ക്യാപ്റ്റൻസിയിൽ നടന്ന ബംഗ്ലാദേശ് പര്യടനത്തിൽ പൂജാര 3 ഏകദിനങ്ങളിലും പങ്കെടുത്തിരുന്നു. എന്നാൽ മാറ്റങ്ങളൊന്നുമില്ലാതെ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അദ്ദേഹം ഡക്കായി. തുടർന്ന് നടന്ന 2 മത്സരങ്ങളിൽ 11-27 റൺസുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് നേടാനായത്. പൂജാരയ്ക്ക് ശേഷം 10-ലധികം താരങ്ങളെ ഇന്ത്യ 3-ാം നമ്പറിൽ പരീക്ഷിച്ചു. എന്നാൽ ആ സ്ഥാനത്തേക്ക് സ്ഥിരതയുള്ള ഒരു താരത്തെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതൊരു അനിവാര്യതയായി തുടരുന്നു. പക്ഷേ ചേതേശ്വർ പൂജാരയ്ക്ക് പകരം എന്നും ആ സ്ഥാനത്ത് പൂജാര തന്നെ.